ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ രാജിവെക്കണമെന്ന നിലപാടിലാണ് ഇപ്പോൾ കെ.പി.സി.സി. രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. എ.ഐ.സി.സിയെയും നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ബി വിനീഷിലേക്ക് പോകാം. വിനീഷ്, ഇന്ന് തന്നെ രാജി ഉണ്ടാകുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫാണ് എ.ഐ.സി.സി. നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതുണ്ട് എന്ന് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എ.ഐ.സി.സി. നേതൃത്വത്തെ വിവരം അറിയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടം ഈ വിഷയത്തിൽ നിലപാട് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ. ആയി തുടരാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ഗത്യന്തരമില്ലാതെ ഇപ്പോൾ കെ.പി.സി.സി. നേതൃത്വം നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എ.ഐ.സി.സി. നേതൃത്വത്തെ ഇപ്പോൾ കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് വിവരങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു. രാഹുൽ രാജിവെക്കേണ്ട സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ എ.ഐ.സി.സി. നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായിരുന്നാലും അല്പസമയം മുമ്പാണ് എ.ഐ.സി.സി. നേതൃത്വത്തെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നതും ഒപ്പം തന്നെ മറ്റു ഈ പുറത്തു വന്ന ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ശബ്ദരേഖകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ കെ.പി.സി.സി. നേതൃത്വം പരിശോധിച്ചിരിക്കുന്നു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലവിൽ എ.ഐ.സി.സി. നേതൃത്വത്തിന് രാഹുൽ രാജിവെക്കേണ്ട സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. എം.എൽ.എ. സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട് എന്ന് എ.ഐ.സി.സി. നേതൃത്വത്തെ ഇപ്പോൾ കെ.പി.സി.സി. അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നു. ഏറ്റവും പുതുതായി അല്പസമയം മുമ്പാണ് ഇത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായിരുന്നാലും കെ.പി.സി.സിയുടെ നടപടിക്ക് ഇപ്പോൾ രാഹുലിന് വഴങ്ങിയേ മതിയാകൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എ.ഐ.സി.സിയിൽ നിന്ന് ലഭിക്കുന്ന എ.ഐ.സി.സി. നേതൃത്വം നേരത്തെ തന്നെ കൃത്യമായി വിവരങ്ങൾ കെ.പി.സി.സി. നേതൃത്വത്തെ അറിയിച്ചിരുന്നു. സംഘടനാ തലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൃത്യമായ നടപടിയിലേക്ക് കടക്കാനും പൂർണ്ണ ഉത്തരവാദിത്തം കെ.പി.സി.സി. നേതൃത്വത്തിനായിരുന്നു എ.ഐ.സി.സി. നേതൃത്വം നേരത്തെ നൽകിയിരുന്നത്. എന്തായിരുന്നാലും സമാനമായ സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് ഇപ്പോൾ എ.ഐ.സി.സി. നേതൃത്വത്തിന് കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും രാജിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പോയേ മതിയാകൂ എന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. അത് എപ്പോഴായിരിക്കും അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വിഷയങ്ങളിൽ പല ഘട്ടങ്ങളിലും താൻ ഇപ്പോഴും കെ.പി.സി.സി. നേതൃത്വത്തിന് മുന്നിൽ രാഹുൽ വ്യക്തമാക്കുന്നത് അത് താനല്ല, താൻ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ തനിക്കെതിരെ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമെന്നാണ് കെ.പി.സി.സി. നേതൃത്വത്തിന് മുന്നിൽ രാഹുൽ ഇപ്പോഴും വ്യക്തമാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ രാഹുലിനെ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും കൂടുതൽ ശബ്ദരേഖകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യങ്ങളിലൊക്കെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ശബ്ദരേഖകളൊക്കെ ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള നിലപാടായിരുന്നു രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാടുകൾ വ്യക്തമാക്കാനായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച് മാധ്യമപ്രവർത്തകരെ കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. പക്ഷേ അപ്പോഴേക്കും എ.ഐ.സി.സി. നേതൃത്വവും ഒപ്പം തന്നെ കെ.പി.സി.സി. നേതൃത്വവും രാഹുലിന്റെ വാ അടയ്ക്കുന്ന സമീപനത്തിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഒരു വിവരം നമുക്ക് ഇത്തരത്തിലാണ്. എ.ഐ.സി.സി. നേതൃത്വത്തിനോട് കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. രാഹുൽ രാജിവെക്കേണ്ട എം.എൽ.എ. സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സംസ്ഥാനത്താകെ കോൺഗ്രസിന് വലിയ അപമതിപ്പുണ്ടാക്കും. കോൺഗ്രസ് ഇനിയും പിന്നിലോട്ടേക്ക് സംസ്ഥാനത്ത് പോകും. ഒപ്പം തന്നെ മണ്ഡലത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ രാഹുലിന്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് എ.ഐ.സി.സി. നേതൃത്വത്തിന് ഇപ്പോൾ കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങളാണ് ഇവ. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുലിന് കുറുക്കു മുറുകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുലിന് ഇനി എത്ര സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കും, രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതാണ് ഇനി പ്രധാനമായും നോക്കിക്കാണേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ രാഹുലിന്റെ വായടപ്പിക്കാനുള്ള ശ്രമം കൃത്യമായി കെ.പി.സി.സി. നേതൃത്വവും എ.ഐ.സി.സി. നേതൃത്വവും നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ കുറുക്കു മുറുക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ രാഹുലിനെതിരെ സംഘടനാ തലത്തിലുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നു. അതിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സണ്ണി ജോസഫ് കെ.പി.സി.സി. നേതൃത്വത്തിന്റെ ആലോചനയ്ക്ക് ശേഷം കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് എ.ഐ.സി.സി. നേതൃത്വത്തിന് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് ഏറ്റവും പുതിയ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെടുന്ന ഏറ്റവും പുതിയ പ്രശ്നങ്ങളിൽ സംഘടനാ തലത്തിലേക്കുള്ള നടപടികളുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ്. എന്തായിരുന്നാലും
രാഹുലിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് കേരളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇനി രാജിവെച്ചേ മതിയാകൂ എന്ന തരത്തിൽ KPCC നേതാക്കളുടെ മുതിർന്ന നേതാക്കളുടെ ചർച്ചയിൽ അത്തരത്തിലുള്ള ഒരു വാക്ക് പുറത്തേക്ക് വന്നു. അത്തരത്തിലുള്ള നിലപാടുകൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് സണ്ണി ജോസഫ് നിലവിൽ AICC നേതൃത്വത്തിന് രാഹുൽ രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ആദ്യ അറിയിപ്പ് നൽകുന്നത്. എന്തായിരുന്നാലും AICCയുടെ നിലപാടുകൾക്ക് ശേഷമായിരിക്കും ഇനി അന്തിമമായ ഒരു തീരുമാനം. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് KPCC ഉന്നയിച്ചിരിക്കുന്നത്. AICC നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഒരു ധാർമ്മികത ഈ വിഷയത്തിലുണ്ട്. ആ ധാർമ്മിക വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ചെറിയൊരു ഇടവേള.